ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞാൻ പുതുതായിട്ട് ഒരു റോബോട്ടിനെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം. ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ രാവിലെ 7 മണിയായാലും പുറത്ത് ഭയങ്കര വെയിലാണ്. നമുക്ക് പുറത്തിറങ്ങാൻ തന്നെ ശരിക്കും മടിയായി പോകും. പക്ഷേ ജോലിക്ക് പോകേണ്ട ആൾക്കാരാകുമ്പോൾ പോയേ പറ്റൂ. സോ ഇപ്പോൾ രാവിലെ തന്നെ എണീച്ച് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പാല് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പച്ച പാൽ കുടിക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കുള്ള കാര്യമായതുകൊണ്ട് ഇവിടെ സാഫ്രൺ നല്ല വില കുറഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ വില കുറഞ്ഞ് കിട്ടുന്ന സമയത്ത് കുറച്ച് സാഫ്രൺ വാങ്ങിച്ച് വെക്കും. സോ അതിൻ്റെ ഫ്ലേവർ നല്ല രസമാണ്. അപ്പോൾ ചായക്ക് പകരം ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കും. അപ്പോൾ പണി വേഗത്തിൽ ഒരുങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് പരിപ്പ് കറി. അതിനേക്കാളും എളുപ്പമുള്ളൊരു കറിയില്ല. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ബാക്കിയായി നിന്നോളൂ. അപ്പോൾ പരിപ്പ് കറി, സാമ്പാർ, ഈ 2 കറി വെച്ച് കഴിഞ്ഞാലും എപ്പോൾ നമുക്ക് ലാവിഷ് ആയിട്ടുണ്ടാവും. സോ ഇന്ന് പരിപ്പ് കറിയിൽ ഒതുക്കാൻ പിന്നെ എൻ്റെ കൂടെ ഈ കറി കഴിക്കുന്ന പുള്ളിക്കാരൻ വിചാരിക്കേണ്ട ദിവസം ഇവിടെ പരിപ്പല്ലേ ആക്കി തരുന്നതെന്ന്. അപ്പോൾ അതിനൊരു വെറൈറ്റി ആകാൻ വേണ്ടിയിട്ട് 2 മുരിങ്ങക്കോൽ കയ്യിലുണ്ടായിരുന്നു. സോ അത് ഇതിൻ്റെ കൂടെ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ചീര, പാലക് ചീര ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാലക് ചീര ഇനിയും കുറച്ച് ദിവസം വെക്കുകയാണെങ്കിൽ, വാങ്ങിച്ചിട്ട് 2 ദിവസമായി. പനീർ മസാല ഉണ്ടാക്കാൻ വാങ്ങിച്ചതാണ്, അത് നടന്നിട്ടില്ല. സോ ഞാൻ വിചാരിച്ചത് ഈ പരിപ്പ് കറിൻ്റെ കൂടെ ഇടാം. ഇങ്ങനത്തെ കറി ഉണ്ടോയെന്നൊന്നും അറിയില്ല, പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ എന്തെങ്കിലും പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. സോ ടേസ്റ്റ് ഉണ്ടെങ്കിലും ഭക്ഷണം വേസ്റ്റ് ആക്കാതെ ഞാൻ കഴിക്കാറുമുണ്ട്. സോ അതുകൊണ്ട് ധൈര്യമായിട്ട് ഞാൻ എന്തും പരീക്ഷിക്കും. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ മുരിങ്ങക്കോലും ചീരയും കൂടി നമ്മൾ മഞ്ഞൾ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. കാരണം എന്തെങ്കിലും പെസ്റ്റിസൈഡ് ഉണ്ടെങ്കിൽ അത് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ പാല് മാത്രം കുടിച്ചിട്ടാണെന്ന് അറിയില്ല വയറ്റുന്നൊരു കാളൽ. സോ ഞാൻ ഇന്നലെ റവയും ഓട്സും വെച്ചിട്ടൊരു ഉണ്ട ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് കഴിച്ചു. പിന്നെ നമ്മുടെ സ്വന്തം പരിപ്പ് വെക്കാൻ പിന്നെ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് അതിൻ്റെ റെസിപ്പി ഒന്നും പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഇതിൽ മുരിങ്ങക്കോലും ചീരയാണ് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളത്. സാധാ ചീരയല്ല, പാലക് ചീരയാണ്. അപ്പോൾ അതിനെ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, 2 ഇതാക്കി പിഞ്ച് ചെയ്തിട്ട് അങ്ങ് ഇടുക ചെയ്തത്. കാരണം കട്ട് ചെയ്തിട്ട് എനിക്ക് കുറേ സമയം വേസ്റ്റ് ചെയ്യേണ്ട. കാരണം ഇത് കുക്കാകുമ്പോൾ എല്ലാം ഒന്ന് അടിഞ്ഞ് വന്നോളൂ. അപ്പം വേഗം തന്നെ പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കുകയാണ് ഈ പരിപ്പിന് വേണ്ടത്. കാരണം തലേന്നേ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇന്നതാണ് ഉണ്ടാക്കുക എന്നുള്ളത്. കാരണം പിന്നെ അതിന് വേണ്ടി നമ്മൾ അരമണിക്കൂർ കിച്ചണിൽ ചിലവാക്കേണ്ട എന്തുണ്ടാക്കുന്നുള്ളത്. അതുകൊണ്ട് തലേന്നേ പ്ലാൻ ചെയ്ത് പുള്ളിക്കാരനും കൂടി സമ്മതം ചോദിച്ചിട്ട് എല്ലാം റെഡിയാക്കി വെക്കാറ്. സോ അങ്ങനെ പരിപ്പ് കറിൻ്റെ എല്ലാം റെഡി ആയിട്ടുണ്ട്. സോ ഇനി നമുക്കിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ ആരെങ്കിലും ജോലിക്കെല്ലാം പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനത്തെ എളുപ്പം ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് പണി തീർക്കാൻ നോക്കുക. കാരണം ഇവിടുത്തെ ജോലിയും പുറത്തുള്ള ജോലിയും എല്ലാം കൂടിയാകുമ്പോൾ നമ്മൾ ഓവറായിട്ട് ടയേർഡാവും. സോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാക്കുക. പിന്നെ ഉച്ചയ്ക്ക് ചോറ് തന്നെ വേണം, നമുക്ക് നിർബന്ധമൊന്നുമില്ല. സോ ചോറിന് പകരം ഞാൻ വിചാരിച്ചിന്ന് പുട്ടുണ്ടാക്കാമെന്നാണ് കരുതിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ പണി പെട്ടെന്ന് ഒരുങ്ങുമല്ലോ. അങ്ങനെ നമ്മളിനി പുട്ടുണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കും പുട്ട് തന്നെയാണ്. പിന്നെ ചോറ് തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല. സോ അതുകൊണ്ട് വിചാരിച്ചു പുട്ടന്നെ കഴിക്കാൻ കുറച്ചധികം കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം പിന്നെ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇടപെടി എല്ലാം ചെയ്യണ്ടല്ലോ. കുഴച്ച് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ചുട്ടെടുക്കാൻ ഈസി ആണല്ലോ. സോ അങ്ങനെ ഉച്ചയ്ക്ക് കുറച്ച് നേരം സമയം ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഈവനിങ് ചായയൊക്കെ കുടിച്ചിട്ടാണ് പോകേണ്ടുള്ളൂ. ആ സമയം കൊണ്ട് പരിപ്പ് വേകുന്ന സമയം കൊണ്ട് ഞാൻ കരുതി തുണിയൊക്കെ ഒന്ന് ആറിയിടാന്ന്. അപ്പോൾ ഇന്നലെ മാർക്കറ്റിൽ പോയപ്പോൾ ഓഫറിൽ നല്ല പ്രൈസിൽ നല്ല ചെറീസ് കിട്ടി. അപ്പോൾ അതങ്ങനെ കുതിർത്തി വെച്ചു. നമുക്ക് ഇടയ്ക്ക് വിശക്കുമ്പോൾ കഴിക്കാമല്ലോ എന്ന് ചോദിച്ച് മഞ്ഞൾ കുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു രാത്രിക്കുള്ള കറി കൂടി തയ്യാറാക്കി വെക്കുക. എന്നാൽ പിന്നെ രാത്രി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇടപെടി ഒന്നും ചെയ്യണ്ടല്ലോ, നല്ല ഫ്രീ ആവുമല്ലോ. അപ്പം ഒരു കൂന്തൽ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ വേഗം തന്നെ കൂന്തൽ ഫ്രൈ ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നു. അങ്ങനെ കൂന്തൽ റെഡിയാക്കാനുള്ള പാൻ അടുപ്പിൽ വെച്ച് അതിൽ നെയ്യ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി വഴറ്റി പിന്നെ അതിൽ കുറച്ച് ഉള്ളിയും തക്കാളിയും ഇട്ട് അത് കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് നമ്മളെ പരിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പുട്ടും കൂടി ഇവിടെ വെച്ചിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നാലേ പണി പെട്ടെന്ന് ഒരുങ്ങും. പിന്നെ ഇങ്ങനെ ഗൾഫ് കൺട്രിയിലൊക്കെ ജീവിക്കുന്ന വീട്ടമ്മമാരെ സാധാരണ നാട്ടിലെ ആൾക്കാർ പറയൽ അവർക്ക് പണിയൊന്നും ഇല്ല, എല്ലാം പെട്ടെന്ന് കഴിയുമല്ലോ എന്നാണ്. പക്ഷേങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് പറയണം അവർക്ക് പണി ഇല്ലയോ ഉണ്ടോ എന്ന്. കാരണം എല്ലാ വീട്ടമ്മമാരും ഇപ്പോൾ ഭാര്യ, ഉമ്മ, അമ്മ ഇവർക്കൊക്കെ പണിയില്ലാണ്ട് എന്തായാലും മുമ്പോട്ട് പോകാൻ കഴിയില്ല. അവർക്ക് കുറേ ഉത്തരവാദിത്തങ്ങളും കടമകളുണ്ട്. അപ്പോൾ അതിൽ മെയിൻ ഒന്നാണ് ഭക്ഷണം ആയിക്കൊടുക്കുക എന്നുള്ളത്. സോ എല്ലാവർക്കും പണിയുണ്ട്. നാട്ടിലായാലും ഇപ്പോൾ ഗൾഫ് കൺട്രിയിലായാലും പണി തന്നെയാണ്. നമ്മുടെ ഉള്ളി മസാല
കുക്കായിട്ടുണ്ട്, ഏകദേശം ഒന്ന് കരിഞ്ഞിട്ടുമുണ്ട്. അത് സ്വാഭാവികമാണ്, തിരക്കിൽ എപ്പോൾ എന്തെങ്കിലുമായിട്ട് പണി കിട്ടും. പിന്നെ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ് എന്നിവയാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പിന്നെ നമ്മുടെ കൂന്തലും ഇട്ട് നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. അങ്ങനെ നമ്മൾ കൂന്തൽ ഫൈനൽ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാ പണിയും കഴിഞ്ഞ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുക്കള മൊത്തം ഒന്ന് ഒരുക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ഫൈനൽ പരിപ്പിലേക്ക് കടുക് കാച്ചി വയ്ക്കണം. അതും കൂടി കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് ഒറ്റ ഓട്ടാണ്. അടുക്കളയിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ഒന്നാമത് ചൂടായതുകൊണ്ട് അടുക്കളയിൽ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കരമായിട്ട് വേർക്കും. മാത്രമല്ല നമുക്ക് എത്രയും പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ഒറ്റ ചിന്തയുണ്ടാവും. എന്നാലും ഭക്ഷണം എന്നുള്ളതൊരു വികാരമായതുകൊണ്ട് അത് ഒഴിവാക്കാനും പറ്റില്ല. അങ്ങനെ അപ്പോൾ ചൂടോടുകൂടി തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു, കാരണം ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ. സോ പുട്ടും നമ്മുടെ കൂന്തൽ ഫ്രൈയും പിന്നെ നമ്മുടെ പരിപ്പ് കറിയും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൂന്തൽ ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ കൂന്തൽ അത്ര ഫ്രഷ് അല്ലാത്തതുകൊണ്ട് അത് കഴിക്കുമ്പോൾ ചെറിയൊരിതുണ്ട്. ഫ്രഷ് കൂടി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇനി ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തറയൊക്കെ ഒന്ന് അടിച്ച് വരണം. സോ അതൊക്കെ കഴിഞ്ഞ് നേരെ റെഡി ആയിട്ട് ജോലിക്ക് വേണ്ട തിരക്കാണ്. അപ്പോൾ ഇന്ന് ഇടാൻ പോകുന്ന കോസ്റ്റ്യൂം ഈ ഒരു അബായാണ് ഇന്ന് വെയർ ചെയ്യുന്നത്. സോ അങ്ങനെ രാവിലത്തെയും ഉച്ചക്കത്തെയും രാത്രിയൊക്കെ ആക്കിയ സമാധാനത്തിൽ വീടും പൂട്ടി നേരെ പണിക്ക് പോവുകയാണ്. പിന്നെ ഉച്ചക്ക് 1:30 ലഞ്ച് ബ്രേക്ക് ഉണ്ട്. പിന്നെ നമുക്കൊരു 6 o'clock പോകേണ്ടതുള്ളൂ. പിന്നെ നമുക്ക് 11 o'clock വരെ ഉണ്ട്. സോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അങ്ങനെ ഷോപ്പിലെത്തി. ഞാൻ പറഞ്ഞ റോബോട്ട് ഇതാണ്, വേറെ ആരുമല്ല, ഞാൻ തന്നെ. കാരണം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് തോന്നിയത്, കാരണം എന്തോരം പണികൾ ചെയ്തിട്ടാണല്ലേ എല്ലാം പോകുന്നത്. സോ ഇത്രയും പണി ചെയ്തിട്ടില്ല, അതിനുള്ള വാല്യൂ കിട്ടുന്നുണ്ടാവുമായിരിക്കും അല്ലേ. ഓക്കെ, പിന്നെയും പണി തന്നെ. രാത്രി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ദോശയും പിന്നെ കറികളൊന്നും ആക്കേണ്ട ആവശ്യമില്ല, അത് ഉച്ചക്കത്തെ തന്നെ ഉണ്ട്. സോ എന്നാലും ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പം അത്ഭുതവും ചിലപ്പം അതൊന്നും ഒരു വിഷയമല്ലാന്ന് തോന്നും. എന്നാലും മാഷാ അല്ലാ ഇത്രയൊക്കെ പണി ചെയ്തിട്ട് പോകുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു അത്ഭുതം. അപ്പോൾ ഇങ്ങനത്തെ റോബോട്ട് നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവുമായിരിക്കുമല്ലേ. ചിലപ്പോൾ അത് നമ്മുടെ ഉമ്മയായിരിക്കാം, സിസ്റ്ററായിരിക്കാം, വൈഫായിരിക്കാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് എൻ്റെ ജോലിക്കിടയിലെ തിരക്ക് പിടിച്ചൊരു ദിവസം. അപ്പം നമ്മൾ തലേന്ന് എല്ലാം മാനേജ് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പണികളെല്ലാം എളുപ്പമായിരിക്കും. പിന്നെയും പണിയുണ്ട് കേട്ടോ, അലക്കാനിടാണ്. സോ അത് അലക്കാനിട്ടിട്ട് വരാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.